ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെttysworld. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് സ്റ്റൂ ആണ്. വളരെ എളുപ്പത്തിലാണ് നമ്മളത് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കിയാലോ. ഞാനൊരു 5-6 പീസ് ഫിഷാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും തേച്ച് ഒരു 20 to 30 മിനിറ്റ്സ് വയ്ക്കുക. ഉപ്പൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അധികം ഉപ്പ് പാടില്ല. നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് പോലെ അല്ല ഇത് ഫ്രൈ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫ്ലഷിൽ മുള്ളില്ലാത്ത ടൈപ്പ് ഏത് ഫ്രഷ് ഫിഷ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ സ്റ്റൂ ഒക്കെ ചെയ്യുമ്പോൾ ഇതിൽ പുളിയോ അധികം എരിവോ ഒന്നും ഇടുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഷിന് ടേസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ചെറുതായി ഒന്ന് കളർ മാറുന്ന ആ ഒരു ടൈമിൽ നമുക്കൊന്ന് മറിച്ചിടുക. നമ്മൾ എന്തിനാ ഫിഷ് ഇങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റൂ ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോവാതിരിക്കാനാണ്. പിന്നെ ആ ഫിഷിന് ആ ഒരു ഉപ്പും ഇതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഇതേപോലെ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് വരാം. ചെറുതായി കളർ മാറുമ്പോൾ തന്നെ നമുക്ക് മാറ്റാം. ഈ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം വഴറ്റിയെടുക്കുന്നത്. നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ചേർക്കുന്നില്ല. അതിന് പകരം പച്ചമുളകും കുരുമുളകുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നല്ല എരിവുള്ള പച്ചമുളകാണ്, എങ്കിലും ഞാനൊരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം. സ്റ്റൂ ആകുമ്പോൾ നമുക്ക് അധികം എരിവ് മുകളിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ഇനി അല്പം കുരുമുളക് പൊടിയും കൂടി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാളയും ഇഞ്ചിയൊക്കെ റോസ്റ്റഡ് ആയി പോരുത്, വളരെ സോഫ്റ്റായിട്ട് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. എന്നാൽ പച്ചമണം നന്നായി മാറി കിട്ടുകയും വേണം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് മാറുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല മണമുള്ള നല്ല ഫ്രഷ് മല്ലിപ്പൊടി ആയിരിക്കണം. മല്ലിയാണ് ഇതിന് മുകളിൽ നിൽക്കുന്നത് അല്ലേ. 1.5 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. അത് നല്ല മല്ലിപ്പൊടി ആണെങ്കിൽ നമ്മുടെ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ, ഒരു മുഴുവൻ തേങ്ങ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഇതിൽ നന്നായി ആ മല്ലിയുടെ മൂത്ത മണം, നല്ല ആ ഫ്ലേവർ സ്മെല്ല് വന്നതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് പാൽ നമ്മൾ മാറ്റി വയ്ക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഒന്ന് ചെറിയ തീയിൽ തന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ, ഒന്ന് നന്നായി ചാറ് കുറുകി വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്കൊരു നല്ല പഴുത്ത തക്കാളി വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഫിഷ് സ്റ്റൂ ശരിക്കും അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി ഇതിനൊക്കെയാണ് കൂടുതൽ കോമ്പിനേഷൻ ആവുക. നമ്മുടെ എരിവ് നോക്കിയിട്ട് നമ്മൾ 6-7 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടി തൂക്കി കൊടുക്കാം. തക്കാളി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം.
വെള്ളം വെച്ചിട്ട് ആ വെള്ളം ഈസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കള്ളപ്പം ചെയ്തിരിക്കുന്നത്. എനിവേ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.